ഞങ്ങൾ പതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ക്വീൻ മേരീസ് ചർച്ചിലേക്ക് വന്ന് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. ഡോർ അടച്ച് നിന്ന സമയം കൊണ്ട് ഒരു കാറ് പുറകിൽ നിന്ന് വന്ന് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവർ നിർത്താതെ പോയി. 10 മീറ്റർ ദൂരത്തിലാണ് തെറിച്ച് വീണത്. അവിടെ കമന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ബഹളവും അലർച്ചയും കേട്ട് ഫ്രണ്ടിൽ നിന്ന് വന്ന വണ്ടിക്കാർ നിർത്തിയിട്ട് അവരാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് തലയ്ക്ക് നല്ലൊരു മുറിവുണ്ട്, കാലിനൊടിവുണ്ട്. അതിന് 18 ദിവസത്തോളം ക്രിട്ടിക്കൽ ICUയിൽ തന്നെയായിരുന്നു. ICUയിലായിരുന്നപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബോധം വീണ് കിട്ടിയത്. ഇതുവരെയായും പൂർണ്ണമായ ഒരു ബോധം വന്നിട്ടില്ല. ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് വേണ്ടത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ചികിത്സ മുന്നോട്ട് പോകില്ല. അതിനായി ഇടിച്ചിട്ട കാർ കണ്ടെത്തണം. 1 മാസമായിട്ടും പോലീസിന് കാർ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാർ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇടിച്ചിട്ട ആൾ നേരിട്ട് വന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ചികിത്സ നടത്താൻ കഴിയൂ എന്ന് അനുമോളുടെ ഭർത്താവ് ഷോജി ജോസഫ് പറഞ്ഞു. ഇത് ഇടിച്ചിട്ട് പോയ ആരാണേലും അവർക്കൊരു മനസാക്ഷി ഉണ്ടാകണം. ഞങ്ങൾക്കൊരു ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കേസുണ്ടാകുന്ന രീതിയിലോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോ അല്ല ഇതിനുവേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു സ്വന്തമായിട്ട് കാർ ഓടിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണിപ്പം. സംസാരശേഷി ഭാഗികമായി തിരികെ കിട്ടിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. എങ്കിലും അനുമോൾ പറയുന്നു, സഹായിക്കണം, കൈവിടരുത്.